നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നൂറുകണക്കിന് ആളുകൾ ദിവസേന ഉപയോഗിക്കുന്ന പടിഞ്ഞാറേ കോടിക്കുളം മിനിപ്പടിക്കോട്ട റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കം ചെയ്ത മന്ത്രിസഭാ യോഗ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി UDF ജില്ലാ കമ്മിറ്റി. മട്ടുപ്പാവ് കൃഷിയിലൂടെ ശ്രദ്ധേയനാവുകയാണ് തൊടുപുഴ ഒളമറ്റം സ്വദേശി ജോളി വർക്കി. മണ്ണിര കമ്പോസ്റ്റും ഔഷധസസ്യത്തോട്ടവും ചെറുതേൻ കൃഷിയും എല്ലാം ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലെ ഭൂമിയെ സമൃദ്ധമാക്കുന്നു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ജില്ലാതല ആരോഗ്യ അദാലത്ത് മെയ് 10 ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും തൊടുപുഴ മേഖല കാർഡ് വിതരണവും നടന്നു. സൈക്ലിംഗിൽ നിരവധി താരങ്ങളെ സമ്മാനിച്ച ഇടുക്കി ജില്ലയിൽ സ്പോൺസർമാരില്ലാത്തതുമൂലം സൈക്ലിംഗ് രംഗത്ത് നിന്ന് വിട പറയേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ പ്രതിഭകൾ. JCI ഇന്ത്യ മെയ് 5 രക്തദാന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴ JCs രക്തദാനം നടത്തി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. നൂറുകണക്കിന് ആളുകൾ ദിവസേന ഉപയോഗിക്കുന്ന പടിഞ്ഞാറേ കോടിക്കുളം മിനിപ്പടിക്കോട്ട റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് അറ്റകുറ്റപ്പണി പോലും നടത്താൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. വർഷങ്ങളായി ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. കാൽനട യാത്രക്കാർക്ക് നടന്നു പോകുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണിവിടെ. റോഡ് കുണ്ടും കുഴിയുമായി കിടക്കുന്നതിനാൽ ഈ വഴി വരുന്ന ഓട്ടോയ്ക്ക് 15 രൂപ മുതൽ 20 രൂപ വരെ അധികമായി കൊടുക്കേണ്ടി വരുമെന്നും നാട്ടുകാർ ആരോപിച്ചു. പലതവണ നാട്ടുകാർ അധികാരികളോട് പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. 1994 ഡിസംബറിൽ വാഴക്കാലാപ്പള്ളിയിൽ ശുശ്രൂഷയ്ക്കായി വരുന്ന കാലത്ത് ഇത് ചെളിയും വർഷകാലത്ത് നമുക്കൊരിക്കലും സഞ്ചരിക്കാൻ കഴിയാത്തവണ്ണം ആഴമുള്ള കുഴികളുമായി കിടന്നിരുന്ന സ്ഥലം. പിന്നീട് പഞ്ചായത്തിൻ്റെ ഒരു സഹകരണത്താൽ നമുക്ക് ഈ റോഡ് മിറ്റിൽ ചെയ്യാനും ടാർ ചെയ്യാനും അവസരം വന്നു. സംവത്സരങ്ങളായി പഞ്ചായത്ത് കമ്മിറ്റികളുടെ മുൻപിൽ നമ്മുടെ പ്രതിനിധികളെ മുൻനിർത്തി ഈ റോഡ് വീണ്ടും നന്നാക്കുന്നതിനെക്കുറിച്ച് അനേകം പേർ സംസാരിച്ചിട്ടുണ്ട്. എന്തോ കാരണത്താൽ അത് അവഗണിക്കപ്പെടുകയായിരുന്നു. 23കാരൻ 52 വയസ്സ് പ്രായം വരുന്ന സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിൽ. തൊടുപുഴ അഞ്ചരി പുതുശ്ശേരിയിൽ അഖിലിനെയാണ് തൊടുപുഴ SI PN മോഹനനും സംഘവും അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് 7:30 അഞ്ചരിയിലെ നടപ്പു വഴിയിൽ വെച്ചാണ് സംഭവം നടന്നത്. ഈ ആഴ്ചയിൽ തൊടുപുഴയിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സംഭവമാണ് ഇത്. കഴിഞ്ഞ ദിവസം തൊടുപുഴ ടൗണിലൂടെ നടന്നുപോയ സ്ത്രീയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച കേസിൽ കോലഞ്ചേരി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കം ചെയ്ത മന്ത്രിസഭാ യോഗ തീരുമാനത്തെ UDF സ്വാഗതം ചെയ്യുന്നതായി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയ് തോമസ്, കൺവീനർ അലക്സ് കോഴിമല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1964 കേരള ഭൂപതിപ്പ് ചട്ടങ്ങളിൽ 2005 2009 വരുത്തിയ ഭേദഗതികളാണ് മന്ത്രിസഭാ യോഗ തീരുമാനത്തിലൂടെ റദ്ദ് ചെയ്യപ്പെടുന്നത്. 2005 ഭേദഗതിയിൽ 1 ഏക്കർ ഭൂമിക്കുള്ള പട്ടയവും 2009 ഭേദഗതിയിൽ പട്ടയഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന നിബന്ധനകളുമാണ് റദ്ദ് ചെയ്യപ്പെടുന്നത്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 8000-ഓളം കർഷകർക്ക് പട്ടയം നൽകിയെങ്കിലും ഭൂരിഭാഗം കർഷകർക്കും നിബന്ധനകൾ തടസ്സം നിൽക്കുകയായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളായ പെരിഞ്ചാംകുട്ടി, കൂത്തുങ്കൽ, ബൈസൺ വാലി, പത്തുചെയിൻ പ്രദേശങ്ങളിൽപ്പെടാത്ത ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, ഇരട്ടയാർ, കാഞ്ചിയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഏതാണ്ട് 25,000-ഓളം കർഷകർക്ക് വർഷങ്ങളായി നിഷേധിക്കപ്പെട്ടിരുന്ന പട്ടയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഈ തീരുമാനമെടുത്ത കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി, റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്, വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാട് മുഹമ്മദ്, ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫ് എന്നിവരെ പ്രത്യേകം UDF ജില്ലാ കമ്മിറ്റി അഭിനന്ദിച്ചു.
മട്ടുപ്പാവ് കൃഷിയിലൂടെ ശ്രദ്ധേയനാവുകയാണ് തൊടുപുഴ ഒളമറ്റം സ്വദേശി ജോളി വർക്കി. മണ്ണിര കമ്പോസ്റ്റും ഔഷധ സസ്യത്തോട്ടവും ചെറുതേൻ കൃഷിയും എല്ലാം ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലെ ഭൂമിയെ സമൃദ്ധമാക്കുന്നു. തന്റെ പുരയിടത്തിലെ ഓരോ ഇഞ്ച് ഭൂമിയും കാർഷിക വൃത്തിയിലൂടെ വിളവുണ്ടാക്കുവാനായി വേർതിരിച്ചിരിക്കുകയാണ് തൊടുപുഴ ഒളമറ്റം സ്വദേശിയായ ആനച്ചാലിൽ ജോളി വർക്കി. പുരയിടത്തിൽ മാത്രമല്ല മട്ടുപ്പാവിലും കൃഷി നടത്തി നല്ല വിളവുണ്ടാക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. മീൻ വളർത്തൽ മുതൽ മണ്ണിര കമ്പോസ്റ്റ്, ഔഷധ സസ്യങ്ങളുടെ തോട്ടം തുടങ്ങി ചെറുതേൻ കൃഷി വരെ ഇദ്ദേഹം പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. 6 വർഷം മുമ്പാണ് മട്ടുപ്പാവ് കൃഷിയിലേക്ക് ഇദ്ദേഹം ശ്രദ്ധ തിരിച്ചത്. വിശാലമായ മട്ടുപ്പാവില്ലെങ്കിലും ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ ഒഴികെ എല്ലാ ഇനം പച്ചക്കറികളും ഇദ്ദേഹത്തിന്റെ മട്ടുപ്പാവ് തോട്ടത്തിൽ കാണാം. എല്ലാ പൂക്കളിലും പ്രജനനം നടത്തുന്ന തേനീച്ചകളാണ്. അതായത് വലിയ പൂക്കളിൽ വൻതേനീച്ചകൾ എത്ര ദൂരം ഉണ്ടെങ്കിലും എത്തും. പക്ഷേ ചെറിയ പൂക്കളിൽ പ്രജനനം നടത്തണമെങ്കിൽ ചെറുതേനീച്ചകൾ തന്നെ വേണം. അതിന് ചെറുതേനീച്ചകളുള്ള പച്ചക്കറി തോട്ടങ്ങളിൽ വിളവ് കൂടുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജനതീച്ച കൃഷി ചെയ്യുന്നത്. പിന്നെ എൻ്റെ തേന് വൻ വിലയുണ്ട്. 1000 രൂപ ഒരു കുപ്പിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലെ സർക്കാർ ജീവനക്കാരുടെ വാഹനങ്ങൾ നിയന്ത്രണമില്ലാതെ പാർക്ക് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. വാഹനങ്ങൾ മാറ്റിക്കൊടുക്കാൻ പറയുമ്പോൾ ധിക്കാരപരമായ പെരുമാറ്റമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് CPM തൊടുപുഴ ഏരിയ സെക്രട്ടറി VV മത്തായി പറഞ്ഞു. സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ ഒരു മര്യാദയുമില്ലാതെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അത് മാറ്റിക്കൊടുക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ ഇത് സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് വാഹനം ഇടാനുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ഇവിടെ വാഹനമായിട്ട് കടന്നു വരാൻ അവകാശമില്ല എന്ന രൂപത്തിൽ വളരെ ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഈ കാര്യം ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാരെയും അതുപോലെ തഹസിൽദാരെയും എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം സമീപനം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ജില്ലാതല ആരോഗ്യ അദാലത്ത് മെയ് 10 ഇടുക്കി IDI ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. PD തോമസ് MP, ജില്ലയിലെ MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുള്ള പരാതികളാണ് മുഖ്യമായും ഉന്നയിക്കാവുന്നത്. പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത, ജീവനക്കാരുടെ പോരായ്മ, സേവനങ്ങളുടെ ഗുണനിലവാരം തുടങ്ങിയവയെ മുൻനിർത്തിയുള്ള പരാതികൾക്കാണ് മുൻഗണന. ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള പരാതികൾ സ്വീകരിക്കുന്നതല്ല. മെയ് മാസം 10 നമ്മുടെ ജില്ലയിലെ ആരോഗ്യരംഗത്തെ പോരായ്മകളെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവയ്ക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനുമായിട്ട് നമ്മുടെ SDPI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 2ാം ഭൂസമരത്തിന്റെ ഭാഗമായി ജില്ലയിൽ മെയ് 6 മുതൽ 11 വരെ ഭൂസമര സന്ദേശ ജാഥ നടത്തുമെന്ന് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭൂരഹിതരായ ആദിവാസികൾക്കും ദളിതർക്കും കൃഷിഭൂമി നൽകുക, ഭവനരഹിതർക്ക് ഭൂമി നൽകുക, തോട്ടം മേഖലയ്ക്ക് പരിധി നിശ്ചയിക്കുക, സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SDPI ജില്ലാ ഭൂസമര സന്ദേശ ജാഥ സംഘടിപ്പിക്കുന്നത്. മെയ് 6 വൈകിട്ട് 5 വണ്ണപ്പുറത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മനോജ് കുമാർ ജാഥ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് PS മധു ജാഥ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി നജീബ് നെയ്യശ്ശേരി വൈസ് ക്യാപ്റ്റനുമാണ്. 11 വൈകിട്ട് അടിമാലിയിൽ ജാഥ സമാപിക്കും. ജാഥയുടെ വിജയത്തിന് 101 സ്വാഗത സംഘം രൂപീകരിച്ചു. ആദിവാസി ദളിത് ജനവിഭാഗങ്ങളോട് സംസ്ഥാനം ഭരിച്ച ഇരു മുന്നണികളും വഞ്ചനപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നേതാക്കൾ ആരോപിച്ചു. കാലാവധി കഴിഞ്ഞ പാട്ടഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട 1200 കോടി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും തൊടുപുഴ മേഖല കാർഡ് വിതരണവും നടന്നു. തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് R രമേശ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ AKPA ജില്ലാ പ്രസിഡന്റ് റോബിൻ എൻവീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ജിയോ ടോമി, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് KM മാണി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ PRO PB റോഷൻ സ്വാഗതവും ജില്ലാ ട്രഷറർ TJ ഷാജി നന്ദിയും പറഞ്ഞു. പ്രമുഖമായ പല സംഘടനകളും ഉണ്ട് എങ്കിലും ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ തൊടുപുഴ മേഖലയിലോ ഇവർക്കാർക്കും ഒരു സ്വന്തമായ ഒരു കെട്ടിടമുള്ളതായിട്ട് എനിക്കറിയില്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് ചെറുതോണിയിൽ വ്യാപാര ഭവനുണ്ട്. എല്ലാ യൂണിറ്റുകളിലും വ്യാപാര ഭവനുണ്ട്. മർച്ചൻസ് അസോസിയേഷൻ ആണെങ്കിലും ഹൈറേഞ്ച് മർച്ചൻസ് അസോസിയേഷൻ ആണെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർ മറ്റ് ഈ അഫിലിയേറ്റഡ് ബോഡീസിനൊന്നും സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ സൈക്ലിംഗിൽ നിരവധി താരങ്ങളെ സമ്മാനിച്ച ജില്ലയാണ് ഇടുക്കി.
എന്നാൽ സ്പോൺസർമാരില്ലാത്തത് മൂലം സൈക്ലിംഗ് രംഗത്ത് നിന്ന് വിട പറയേണ്ട അവസ്ഥയിലാണ് ഇടുക്കി ജില്ലാ സൈക്ലിംഗ് രംഗത്തെ പ്രതിഭകൾ. കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന മീറ്റിൽ ചാമ്പ്യൻഷിപ്പ് നേടിയാണ് ഇടുക്കി ജില്ലാ സൈക്ലിംഗ് താരങ്ങൾ തിരിച്ചെത്തിയത്. ചിലവ് ഏറിയതും അപകടം നിറഞ്ഞതുമായ ഒരു ഗെയിമാണ് സൈക്ലിംഗ്. മത്സരങ്ങൾക്കുള്ള പ്രാക്ടീസ് സമയങ്ങളിൽ കൃത്യമായ ഭക്ഷണമോ അപകടങ്ങൾ സംഭവിച്ചാൽ പ്രാഥമിക ശുശ്രൂഷകൾ നൽകുവാൻ പോലുമുള്ള സംവിധാനങ്ങൾ ഈ ടീമിനില്ല. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ടീമുകളാണ്. സ്റ്റേറ്റ് നാഷണൽ ലെവലിൽ ഒത്തിരി മെഡലുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്പോർട്സ് കൗൺസിൽ അതുപോലെ ഈ ജനപ്രതിനിധികൾ അവരുടെ കയ്യിൽ നിന്നും സഹായ സഹകരണങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് വേദനാജനകമായ ഒരു കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ യാതൊരുവിധ ഫസ്റ്റ് എയ്ഡും ലഭിച്ചിട്ടില്ല. 2-ാം തീയതി തുടങ്ങി 15-ാം തീയതി അവസാനിക്കുന്ന സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുക്കാനുള്ള കോച്ചിംഗ് ക്യാമ്പിൽ 15 കുട്ടികളാണ് ഉള്ളത്. ഇവർ ചിലവുകൾ സ്വന്തമായി വഹിച്ചാണ് പങ്കെടുക്കുന്നത്. ഞങ്ങൾ 5 വർഷമായി സൈക്ലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. കുറേ സ്റ്റേറ്റ് മീറ്റുകളിലും നാഷണൽ ലെവൽ മത്സരങ്ങളും ഇൻ്റർനാഷണൽ മത്സരങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ഇതുവരെ 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് എല്ലാ കോമ്പറ്റീഷനുകളും പങ്കെടുത്തിട്ടുള്ളത്. വളരെയധികം ചിലവുള്ളൊരു ഐറ്റമാണ് സൈക്ലിങ്. ഞങ്ങളിൽ പലരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. വളരെയധികം ചിലവ് വരുന്നതിനാൽ പലരും തന്നെ നിർത്തിപ്പോയവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും. ഇനിയൊരു തൊമ്മൻകുത്ത് ജോയി കവിത. തൊമ്മൻകുത്ത് ജോയി രചിച്ച് ജോയി തന്നെ ആലപിച്ച കവിതയിൽ നിന്ന്. കവിതയുടെ പേര് വെള്ളാനകളുടെ വനം. തൊടുപുഴ നഗരം തണലണിയിച്ചതു വെയിലു വിരിച്ചാണോ? തണലു മരങ്ങൾ മുറിച്ചു കളഞ്ഞതു കാവലിരുന്നാണോ? തൊടുപുഴ നഗരം തണലണിയിച്ചതു വെയിലു വിരിച്ചാണോ? തണലു മരങ്ങൾ മുറിച്ചു കളഞ്ഞതു കാവലിരുന്നാണോ? തൈമരമൊക്കെ വലിച്ചു പറിച്ചതു കാട്ടാനകളാണോ? കണ്ടു രസിച്ചു ചിരിച്ചു കളിച്ചതു വെള്ളാനകളാണോ? JCI ഇന്ത്യ മെയ് 5 രക്തദാന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴ JCs രക്തദാനം നടത്തി. തൊടുപുഴ IMA ബ്ലഡ് ബാങ്കിൽ നടന്ന രക്തദാനം ഡോക്ടർ ഏലിയാസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ശരിക്കും WHO അനുസരിച്ച് ജൂൺ 14 ആണ് ബ്ലഡ് ഡൊണേഴ്സ് ഡേ ഓൾ ഓവർ ദി വേൾഡ് ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മുടെ JCI മെയ് 5 ബ്ലഡ് ഡൊണേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. യൂണിയൻ ചേംബറിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിലും ഇന്നും നാളെയായിട്ട് നമ്മളിങ്ങനെ ബ്ലഡ് കൊടുക്കുന്നുണ്ട്. ബ്ലഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ്. അതിനകത്ത് നമ്മൾ വെറുതെ കാശ് കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഫുഡ് കൊടുക്കുന്ന പോലെ അല്ല, ഒരു ജീവിതമാണ് ഈ ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ടാണ്. ശരിക്കും ആ ബ്ലഡ് കൊടുക്കുന്നതിൻ്റെ വില അറിയണമെങ്കിൽ ഒരു ജീവിതം ഉണ്ടാകുമ്പോഴേ അറിയണം. അപ്പോൾ അതിന് ഇത്രയും ചെറുപ്പക്കാർ മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊരു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരട്ടെ. ഇനിയും ഇങ്ങനെ ബ്ലഡ് ആവശ്യമുള്ളപ്പോൾ. തൊടുപുഴ JCs പ്രസിഡന്റ് ഡോക്ടർ ഷെറീജ് ജോസ് അധ്യക്ഷത വഹിച്ചു. ബിജു ബേബി, സാജു, ജൂബി ഐസക്, ജോസഫ് ജെയിംസ് ചെട്ടിപ്പറമ്പിൽ തുടങ്ങിയവർ രക്തദാനം നടത്തി. രക്തം ആവശ്യമായി വരുന്നവർ തൊടുപുഴ JCസിനെ സമീപിക്കാവുന്നതാണെന്ന് പ്രസിഡന്റ് അറിയിച്ചു. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ അഴിമതിക്കാർക്ക് തഴച്ചു വളരാം. തൊടുപുഴ ടൗണിൽ കേബിൾ സ്ഥാപിക്കുന്നതിനായി റോഡ് കുഴിച്ചപ്പോൾ മണ്ണിനടിയിൽ നിന്നും നിരവധി വൈദ്യുതി പോസ്റ്റുകൾ കണ്ടെത്തി. ഉപയോഗയോഗ്യമായ പോസ്റ്റുകളാണ് മണ്ണിൽ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നെങ്കിലും KSEB ഉദ്യോഗസ്ഥർ കുലുങ്ങിയില്ല. അഴിമതിക്കും അക്രമത്തിനുമെതിരെ നിരന്തരം പ്രസ്താവന ഇറക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹിക പ്രവർത്തകർക്കും പ്രതികരണമുണ്ടായില്ല. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട് കൊള്ളയടിക്കാൻ ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നാം കരാർ കൊടുത്തിരിക്കുകയാണ്. നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ഓരോ ദിവസവും വൈദ്യുതി ചാർജ് ഉയർത്തുന്നു. മറുവശത്ത് ഉദ്യോഗസ്ഥർ കട്ടുമുടിക്കുന്നു. ഒടുവിൽ നിയമത്തിലെ ചില പോയിന്റുകൾ ഉന്നയിച്ച് വൈദ്യുതി ഉപഭോക്താക്കളെ കള്ളന്മാരാക്കി പിഴ ഈടാക്കുന്നു. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നൂറുകണക്കിന് ആളുകൾ ദിവസേന ഉപയോഗിക്കുന്ന പടിഞ്ഞാറേ കോടിക്കുളം മിനിപ്പടിക്കോട്ട റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കം ചെയ്ത മന്ത്രിസഭാ യോഗ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി UDF ജില്ലാ കമ്മിറ്റി. മട്ടുപ്പാവ് കൃഷിയിലൂടെ ശ്രദ്ധേയനാവുകയാണ് തൊടുപുഴ ഒളമറ്റം സ്വദേശി ജോളി വർക്കി. മണ്ണിര കമ്പോസ്റ്റും ഔഷധ സസ്യത്തോട്ടവും ചെറുതേൻ കൃഷിയും എല്ലാം ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലെ ഭൂമിയെ സമൃദ്ധമാക്കുന്നു.
സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ജില്ലാതല ആരോഗ്യ അദാലത്ത് മെയ് 10 ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും തൊടുപുഴ മേഖല കാർഡ് വിതരണവും നടന്നു. സൈക്ലിംഗിൽ നിരവധി താരങ്ങളെ സമ്മാനിച്ച ഇടുക്കി ജില്ലയിൽ സ്പോൺസർമാരില്ലാത്തതുമൂലം സൈക്ലിംഗ് രംഗത്ത് നിന്ന് വിട പറയേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ പ്രതിഭകൾ. JCI ഇന്ത്യ മെയ് 5 രക്തദാന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴ ജേസീസ് രക്തദാനം നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.